യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ സൗഖ്യദായകൻ പാപമോചകൻ സൗഖ്യദായകൻ പാപമോചകൻ യേശുവേകരക്ഷകൻ യേശുവേകരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ കരുണാമയൻ സ്നേഹഗായകൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ അത്ഭുതങ്ങളുടെ രാജാവ് വിടുതലിൻ്റെ ആത്മാവ് അത്ഭുതങ്ങളുടെ രാജാവ് വിടുതലിൻ്റെ ആത്മാവ് ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും യേശു യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ യേശുവേ നന്ദി, യേശുവേ സ്തുതി. മാലാഖമാരും വിശുദ്ധരും പാടി സ്തുതിക്കുന്ന ആരാധിക്കുന്ന യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ എല്ലാ പ്രേക്ഷകരെയും ഈ ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കർത്താവ് ഇന്ന് നമ്മളെ ഒത്തിരിയേറെ അനുഗ്രഹിക്കുവാൻ പോവുകയാണ്. നമ്മളെല്ലാവരെയും അവൻ സൗഖ്യമാക്കും. നമ്മുടെ കണ്ണുനീരും വേദനകളും ഒപ്പിയെടുക്കും. കർത്താവ് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് നമ്മുടെ പാപകരമായ ജീവിത വഴികൾ വിട്ട് തിരിച്ചു വരാൻ വേണ്ടിയാണ്. ദൈവസന്നിധിയിൽ ശാന്തമായി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം. ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ഒന്ന് ചേർന്ന് കർത്താവിനെ നിന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ അങ്ങയുടെ ആത്മാവിനെ അയക്കണമേ, ആത്മാവിനെ അയക്കണമേ. അനുതാപത്തിൻ്റെ കൃപ നൽകണമേ. പാപങ്ങളോർത്ത് അനുതപിക്കുവാനും പാപജീവിതം ഉപേക്ഷിച്ച് മടങ്ങി വരുവാനും ഞങ്ങൾക്ക് കൃപ തരണമേ. ദൈവമേ, അങ്ങേ മറുതലിച്ച് ഞങ്ങൾ ജീവിച്ച വഴികൾ അങ്ങ് കാണുന്നുണ്ടല്ലോ. അങ്ങയുടെ മുൻപിൽ ഞങ്ങൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കരുണയാകണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി. ആമേൻ. നമ്മളിത് ചിന്തിക്കുന്ന വിഷയം, ദൈവത്തോട് നിങ്ങൾ മറുതലിക്കരുത്. ദൈവത്തോട് മറുതലിക്കരുത്. ആരൊക്കെ ദൈവത്തോട് മറുതലിച്ചിട്ടുണ്ടോ, അതാരാണെങ്കിലും, സമ്പന്നനോ പാവപ്പെട്ടവനോ ഉന്നത വിദ്യാഭ്യാസമുള്ള വ്യക്തിയോ വിദ്യാഭ്യാസമില്ലാത്ത വ്യക്തിയോ ഏത് ജനതയിൽപ്പെട്ട വ്യക്തിയുമായിക്കൊള്ളട്ടെ, ദൈവത്തോട് മറുതലിച്ചവർ അതിൻ്റെ തകർച്ചകൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആര് ദൈവത്തോട് മറുതലിച്ച് ജീവിച്ചോ, ദൈവത്തെ അനുസരിക്കാതെ, ദൈവപ്രമാണങ്ങളെ മാനിക്കാതെ, ദൈവത്തിൻ്റെ വചനങ്ങളെ സ്വീകരിക്കാതെ അംഗീകരിക്കാതെ ജീവിച്ചോ, അവർക്കെല്ലാം അതിൻ്റെ തകർച്ചകൾ ജീവിതത്തിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഈ അടുത്ത നാളിൽ നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്തൊരു വ്യക്തി, ഇതിനു മുൻപ് നമ്മുടെ ധ്യാനം കൂടിയതാണ്. അങ്ങനെ ദൈവത്തിൻ്റെ വചനത്തിനനുസരിച്ച് ജീവിതത്തിന് മാറ്റം വരുത്തി, മദ്യപാനം നിർത്തി,
തെറ്റായ പാപത്തിൻ്റെ വഴികളൊക്കെ വിട്ടുപേക്ഷിച്ചു നല്ലൊരു ജീവിതത്തിലേക്ക് കടന്നു വന്ന ഏതാനും മാസങ്ങൾ അങ്ങനെയൊക്കെ ജീവിച്ചു. ആ മനുഷ്യൻ പിന്നീട് വീണ്ടും പഴയ കൂട്ടുകെട്ടുകളിലേക്ക് പോയി. മദ്യപാനം, മ്ലേച്ഛകരമായ കൂട്ടുകെട്ടുകൾ, വ്യഭിചാരത്തിൻ്റെ ബന്ധങ്ങൾ, ദൂർത്തടിച്ചുള്ള ജീവിതം, അവിശ്വസ്തതയിലൂടെയൊക്കെ കടന്നുപോയി. ദൈവത്തെ അറിഞ്ഞതിന് ശേഷം ദൈവത്തോട് മറുതലിച്ചു ജീവിച്ച മനുഷ്യൻ്റെ ജീവിതത്തിൽ അടിക്കടി പിന്നീട് തകർച്ചകളാണ് ഉണ്ടായത്. വാഹനങ്ങൾക്ക് നിരന്തരമായിട്ട് കേട്, പണി, അങ്ങനെ പണത്തിൻ്റെ നഷ്ടം. വരുമാന മാർഗങ്ങൾ ഒന്നൊന്നായിട്ട് അടഞ്ഞു പോകുന്ന ജീവിതാനുഭവങ്ങൾ. വീട്ടിൽ സമാധാനമില്ല, സ്വസ്ഥത പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു. ഭാര്യയുമായിട്ട് മനപ്പൊരുത്തമില്ല, മക്കൾ മക്കളുടെ വഴിക്ക്. ആ ദൈവത്തിലേക്ക് വന്നതിന് ശേഷം ദൈവത്തോട് മറുതലിച്ചുകൊണ്ട് ജീവിച്ച ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ പിന്നീട് തകർച്ചകളും നഷ്ടങ്ങളുടെയും കണക്കുകൾ മാത്രമേ ഉള്ളൂ. ഓമനിച്ചു വളർത്തിയ മകൾ വിജാതിയൻ്റെ കൂടെ പോയി കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ പൂർണ്ണമായിട്ടും തകർന്നു. അങ്ങനെയാണ് വീണ്ടും ധ്യാനത്തിലേക്ക് ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനായിട്ട് ആ വ്യക്തി വന്നത്. നമ്മൾ തിരിച്ചറിയണം, ദൈവത്തെ മറുതലിച്ചൊരു ജീവിത ശൈലിയിലേക്ക് പോയാൽ നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറമായ തിരിച്ചടികൾ, തകർച്ചകൾ, പരാജയങ്ങൾ, നഷ്ടങ്ങൾ, തോൽവികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ജെറമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ 4 മുതൽ 7 വരെ വചനം നമ്മൾ ധ്യാനിക്കുക. നീ അവരോട് പറയുക, കർത്താവ് അരുളിച്ചെയ്യുന്നു, വീണവൻ എഴുന്നേൽക്കുകയില്ലേ? നിൽക്കുന്നു എന്ന് വിചാരിക്കുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കാൻ അപ്പസ്തോലനായ പൗലോസ് പറയുന്നു. നിൽക്കുന്നുവെന്ന് വിചാരിക്കുന്നവരൊക്കെ വീണു പോകാതിരിക്കാൻ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കുക. വീണവനെ കർത്താവ് എഴുന്നേൽപ്പിക്കുവാൻ തയ്യാറാ. വീണ് ആരെയും കർത്താവ് ഒരിക്കലും തള്ളിക്കളയത്തില്ല. വീണ് കിടക്കുന്ന എണീക്കാൻ വയ്യെങ്കിൽ നിന്റെ കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി നീ കരഞ്ഞപേക്ഷിക്ക്. സ്വർഗം വിട്ട് കർത്താവ് നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരും. വീണിടത്ത് കിടന്ന് നിന്നെ കർത്താവ് എഴുന്നേൽപ്പിക്കും. ഉറപ്പാണിത്. നീ ഏതവസ്ഥയിൽ വീണ് തകർന്ന് പോയ വ്യക്തിയാണെങ്കിലും ഒരിക്കലും യേശു നിന്നെ ഉപേക്ഷിക്കത്തില്ല. വഴി തെറ്റിയവൻ മടങ്ങി വരാതിരിക്കുമോ? വഴി തെറ്റുക എന്നുള്ളത് സ്വാഭാവികമായി സംഭവിക്കാം. ദൈവത്തെ അറിഞ്ഞവർ എത്രയോ പേരാണ് വഴിതെറ്റി ഇന്ന് ജീവിക്കുന്നത്. ലോകത്തിൻ്റെ സുഖങ്ങളും ജഡത്തിൻ്റെ സുഖങ്ങളും ആസക്തികളും ലോകത്തിൻ്റെ സുഖഭോഗങ്ങളും മോഹങ്ങളുമൊക്കെ കീഴ്പ്പെടുത്തിയിട്ട് വഴിതെറ്റി ജീവിക്കുന്ന അനേകരെ നമ്മൾ എന്നും കാണുന്നുണ്ട്. വഴിതെറ്റിപ്പോയവർക്ക് തിരിച്ചു വരുവാൻ കർത്താവ് അവസരം തരികയാണ്. നിന്റെ ജീവിതത്തിൽ ഒരു രോഗം, ഒരു തകർച്ച, ഒരു പരാജയം ഉണ്ടാകുമ്പോൾ തിരിച്ചറിയണം, ദൈവം നിന്നെ തിരിച്ചു വിളിക്കുന്ന സമയമാണത്. അതൊരു നിന്റെ ജീവിതത്തിൽ ഒരു അടയാളമാണ്. നിന്റെ ജീവിതത്തിലെ തോൽവിയും പരാജയങ്ങളും നഷ്ടങ്ങളും ദൈവം മടക്കി വിളിക്കുന്നതിൻ്റെ അടയാളമാണെന്ന് നീ തിരിച്ചറിയുക. വഴിതെറ്റിയവൻ മടങ്ങി വരാതിരിക്കുമോ? വഴിതെറ്റിയവരെല്ലാം മടങ്ങി വരണം. ഇതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. എല്ലാവരും മാനസാന്തരപ്പെട്ട് തിരിച്ചു വന്ന് വിശുദ്ധ ജീവിതം നയിക്കണം. ഇത് ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെയാണ്. വഴിതെറ്റിയവരെല്ലാം ശരിയായ വഴിയറിഞ്ഞ് തിരിച്ചു വരിക. എന്തുകൊണ്ടെന്നാൽ
ഈ ജനം ഒടുങ്ങാത്ത മാത്സര്യത്തോടെയാണ് മറുതുലിക്കുന്നത്. വഞ്ചനയിലാണ് അവർക്ക് ആസക്തി. ഈ ജനം ഒടുങ്ങാത്ത മാത്സര്യത്തോടെയാണ് എന്നോട് മറുതലിക്കുന്നത്. മാത്സര്യ ബുദ്ധിയോടെ, അഹങ്കാരത്തോടെ, ധാർഷ്ട്യത്തോടെ ജനം ദൈവത്തോട് മറുതലിക്കുക. സൃഷ്ടാവിനെതിരെ കരമുയർത്തുന്നവർ, സൃഷ്ടാവിനെതിരെ സ്വരമുയർത്തുന്നവർ, സൃഷ്ടാവിനെ തള്ളിപ്പറയുന്നവർ ധാരാളമുണ്ട്. അവർ ധാർഷ്ട്യത്തോടെ അഹങ്കാരപൂർവം ദൈവത്തോട് മറുതലിക്കുന്നു. കാരണം അവർക്ക് പലതുമുണ്ട് പറയുവാൻ. അവർക്ക് പണമുണ്ട്, അവർക്ക് ബിസിനസ് ഉണ്ട്, അവർക്ക് ജോലിയുണ്ട്, വണ്ടിയുണ്ട്, നല്ല സാമ്പത്തിക ഡിപ്പോസിറ്റ് ഉണ്ട് ബാങ്കിൽ. പിന്നെ ഒന്നിനെയും അവർക്ക് ഭയമില്ല. അങ്ങനെ ദൈവത്തോട് ധാർഷ്ട്യത്തോടെ മറുതലിക്കുന്ന വ്യക്തികളെ ഓർത്തുകൊള്ളുക. നിൻ്റെ ജീവിതത്തിൽ വൻ തകർച്ച ഉണ്ടാകും. ഈ അടുത്ത നാളിൽ ഒരു കൺവെൻഷൻ്റെ സമയത്ത് ഒരു അപ്പൻ തൻ്റെ മകളെയുമായിട്ട് എന്നെ കാണുവാൻ വന്നു. ആ മകളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏതാനും നാളായി. ഭർത്താവ് കുടുംബമൊക്കെ ഗൾഫിൽ ജോലി ചെയ്യുന്നു. അവർ വലിയ സമ്പന്നരാണ്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിലായിട്ട് അവരുടെ ബിസിനസ് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുക. വലിയ സാമ്പത്തിക ഉയർച്ചയുള്ള, സമ്പത്തുള്ള, ആസ്തിയുള്ള ഒരു കുടുംബം. ഈ മകളെ അവിടെ കെട്ടിച്ചു വിട്ടു. അവിടെ ചെന്നതിന് ശേഷമാണ് ആ മകൾ തിരിച്ചറിയുന്നത് തൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർക്കോ കാര്യമായ പ്രാർത്ഥനയില്ല, ദൈവവിശ്വാസമില്ല. ആ സഹോദരി പറയുകയാണ്, അവൾ പ്രാർത്ഥിക്കുമ്പോൾ, യേശുവിനെ കുറിച്ച് പറയുമ്പോൾ അവളുടെ ഭർത്താവിനും ഭർത്താവിൻ്റെ വീട്ടുകാർക്കും പുച്ഛമാണ്. ഞായറാഴ്ച ദേവാലയത്തിൽ പോകുന്ന കാര്യം പറയുമ്പോൾ അവർക്കതിനോട് താല്പര്യമില്ല. വല്ലപ്പോഴും ഒന്ന് പോയാൽ ആയി. അത്രമാത്രം ദൈവിക കാര്യങ്ങളിലോ ദൈവത്തിൻ്റെ വചനത്തോടോ ഒരു താല്പര്യമില്ലാത്തൊരു കുടുംബം. 7ഓളം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ അവിടെ ബിസിനസ് ഇങ്ങനെ വളർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. പണത്തിന് ഒന്നിനും കുറവില്ല, മറ്റൊന്നിനും കുറവില്ല. നമ്മൾ പറയുന്നു ഒന്നിനു മാത്രമേ കുറവുള്ളൂ, യേശുവിൻ്റെ സാന്നിധ്യമില്ല, യേശു നൽകുന്ന സമാധാനമില്ല. സമ്പത്തുണ്ട്, വലിയ വലിയ എല്ലാ ജീവിത സാഹചര്യങ്ങളുമുണ്ട്. അങ്ങനെ വലിയ സങ്കടത്തിലായി ആ മകള് തൻ്റെ വേദന പങ്കുവെച്ചു. സമ്പത്തിൻ്റെയും ബുദ്ധിയുടെയും ഉന്നത വിദ്യാഭ്യാസം ഉണ്ട് എന്നതിൻ്റെയൊക്കെ പേരിൽ അഹങ്കാരത്തോടെ ദൈവത്തോട് മറുതലിക്കുന്നവരെ ഓർത്തുകൊള്ളുക. നീ നിന്റെ സൃഷ്ടാവിനെതിരായിട്ട് കൊമ്പുയർത്തുമ്പോൾ നീ കണക്ക് കൊടുക്കേണ്ട ഒരു സമയം വരുന്നു. ഉറപ്പാണിത്. പലരും ജീവിതത്തിൽ തറപറ്റി കഴിയുമ്പോഴാണ് ദൈവത്തിലേക്ക് നോക്കുന്നത്. പാടില്ല. നമുക്ക് ദൈവം എല്ലാം ദാനമായി നൽകി നമ്മളെ പരിപാലിക്കുമ്പോൾ അവിടുത്തെ കൂടുതൽ സ്നേഹിക്കുവാനും അവിടുത്തോട് കൂടെ ആയിരിക്കാനും നമുക്ക് കഴിയണം. വഞ്ചനയിലാണ് അവർക്ക് ആസക്തി. തിരിച്ചു വരാൻ അവർക്ക് മനസ്സില്ല. വഞ്ചന ചെയ്യാനായിട്ട് അവർക്ക് ഒരു മടിയില്ല. തിരിച്ചു വരുവാൻ അവർക്ക് മനസ്സില്ല. ദൈവത്തിലേക്ക് തിരിച്ചു വരാൻ അവർക്ക് മനസ്സില്ല. ഈ ലോകത്തിൻ്റെ സുഖങ്ങളും ആസക്തികളും പ്രലോഭനങ്ങളും അവരെ കീഴ്പ്പെടുത്തിയിരിക്കുക. ശരിക്കും പിശാചിൻ്റെ അടിമത്തത്തിലായി ലോകത്തിൽ മാത്രം പ്രത്യാശ വെച്ച് ജീവിക്കുന്ന ഒത്തിരിയേറെ മനുഷ്യർ ഇന്ന് സമൂഹത്തിൽ ഉണ്ട്. അവർ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു കേട്ടു. അവർ സത്യമല്ല പറഞ്ഞത്. എന്താണ് ഞാൻ ഈ ചെയ്തതെന്ന് പറഞ്ഞ ഒരുവനും തൻ്റെ ദുഷ്ടതയെക്കുറിച്ച് അനുദപിക്കുന്നില്ല. ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ തിന്മകളെ ഓർത്ത്, ദുഷ്ടതയോർത്ത് അവർ അനുദപിക്കുന്നില്ല. ഏതൊരു ദുഷ്ടനും അനുദപിച്ച് ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വന്നാൽ അവർക്ക് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഇടമുണ്ട്. ദൈവത്തിൻ്റെ രാജ്യത്തിൽ അവർക്ക് പ്രവേശനമുണ്ട്. നീ എത്ര ദുഷ്ടത ചെയ്ത വ്യക്തിയാണെങ്കിലും, എത്ര പാപം ചെയ്ത വ്യക്തിയാണെങ്കിലും നീ തിരിച്ചു വരിക, അനുദപിക്കുക. പടക്കളത്തിലേക്ക് പായുന്ന കുതിരയെപ്പോലെ
ഓരോരുത്തരും അവനവൻ്റെ വഴിക്ക് പോകുന്നു. പടക്കളത്തിലേക്ക് പായുന്ന കുതിരയെ പോലെ ഓരോരുത്തരും അവനവൻ്റെ വഴിക്ക് പോകുന്നു. കുതിര കരുത്തേറിയ മൃഗമാണ്. കുതിര കുതിച്ചു പായും. കുതിര എങ്ങനെ പായുന്നോ അതുപോലെ സ്വന്തം മനസ്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച്, അല്ലെങ്കിൽ സ്വന്തം താല്പര്യത്തിനനുസരിച്ച്, ലോകത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കുതിച്ചു പായുകയാണ് പലരും. ദൈവത്തെ മറന്നുകൊണ്ട്, ദൈവത്തിൻ്റെ വഴികളെ വിട്ടുകൊണ്ട് കുതിച്ചു പായുന്നവരെ ഓർത്തുകൊള്ളുക. ഈ കുതിപ്പ് എപ്പോൾ വേണമെങ്കിലും നിൽക്കാം. ഞാൻ ഓർക്കാണ്, ഏതാനും വർഷം മുൻപ് നമ്മുടെ ധ്യാനത്തിൽ കൂടിയ ഒരു കോളേജ് പ്രൊഫസർ, അദ്ദേഹം എൻ്റെ അടുക്കൽ പറഞ്ഞ വാക്കുകളാണ്. ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്, ഒരു മകൾ എഞ്ചിനീയർ, ഒരാൾ ഡോക്ടർ, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ദൈവത്തെ അറിയാനോ പ്രാർത്ഥിക്കാനോ ഒന്നും താല്പര്യമില്ലായിരുന്നു. ഒരിക്കലും ധ്യാനത്തിനൊന്നും പോയിട്ടില്ല. ആ കോളേജ് അധ്യാപകൻ്റെ ലങ്സിന് ക്യാൻസർ ബാധിച്ചു. അതോടൊപ്പം തൊണ്ടയ്ക്കും. പഠിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയായി. ലങ്സിന് ക്യാൻസർ ബാധിച്ചപ്പോൾ, തൊണ്ടയ്ക്ക് ക്യാൻസർ ബാധിച്ചപ്പോൾ ദൈവത്തെ തേടുവാൻ ആ മനുഷ്യൻ തയ്യാറാവുന്നത്. ആരോ പറഞ്ഞ് നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുത്തു. ദൈവം കരുണ കാണിച്ചു. ആ മനുഷ്യൻ്റെ ക്യാൻസർ സൗഖ്യം പ്രാപിച്ചു. പടക്കുതിരയെ പോലെ പരക്കം പായുന്നവർ ഓർത്തുകൊള്ളുക, വീഴാൻ വലിയ സാധ്യത നിന്റെ മുൻപിലുണ്ട്. അങ്ങനെ പരക്കം പായുന്നവരുടെ വീഴ്ച വലുതായിരിക്കും. വലിയ വീഴ്ച വീഴുന്നതിന് മുൻപ് നീ നിന്റെ മുഖം ക്രൂശിതൻ്റെ മുറിവിലേക്കൊന്ന് നോക്കാൻ തയ്യാറാവുക. നിന്റെ മുഖം കുരിശിൽ കിടക്കുന്ന ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് ഒന്ന് ഉയർത്തുവാൻ നീ മനസ്സ് കാണിക്കുക. ഓരോരുത്തരും അവനവൻ്റെ വഴിക്ക് പോകുന്നു. ദൈവത്തിൻ്റെ വഴി തേടുന്നില്ല, ദൈവത്തെ അന്വേഷിക്കുന്നില്ല, ദൈവത്തിൻ്റെ കാര്യത്തിൽ, ദൈവീക നിയമങ്ങളിൽ താല്പര്യമില്ല. സ്വന്തം ഇഷ്ടമനുസരിച്ച് സ്വന്തം താല്പര്യങ്ങൾ നിലനിർത്താൻ വേണ്ടിയൊക്കെ ഇങ്ങനെ ഏതു വഴിയും, ഏതു തിന്മയുടെ വഴിയും, കാപട്യത്തിൻ്റെ വഞ്ചനയുടെ വഴിയും ചെയ്യുവാനായിട്ട് മനുഷ്യന് മടിയില്ല. ഇന്ന് അങ്ങനെ പോകുന്നവർ ധാരാളമായിട്ട് നമ്മുടെ മുൻപിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ആകാശത്തിൽ പറക്കുന്ന ഞാറപ്പക്ഷിക്ക് പോലും അതിൻ്റെ കാലമറിയാം. മാടപ്രാവും മീവൽ പക്ഷിയും കൊക്കും തിരിച്ചു വരാനുള്ള സമയം പാലിക്കുന്നു. എൻ്റെ ജനത്തിനാവട്ടെ കർത്താവിൻ്റെ കൽപ്പന അറിഞ്ഞുകൂടാ. മാടപ്പിറാവും മീവൽ പക്ഷിയും കൊക്കും ആകാശത്തിലൂടെ പറക്കുന്ന പക്ഷികളെല്ലാം വൈകുന്നേരമാകുമ്പോൾ സ്വന്തം കൂട്ടുകളിലേക്ക് മടങ്ങിപ്പോവുക. തൻ്റെ കൂടെയുള്ള പക്ഷികളോട് ചേർന്ന് തൻ്റെ കൂടിൻ്റെ ഉള്ളിലേക്ക് മടങ്ങുന്ന പക്ഷിക്കൂട്ടങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. എൻ്റെ ജനം എന്നെ അറിയുന്നില്ല, എൻ്റെ ജനം എന്നെ വിട്ട് സ്വന്തം വഴിക്ക് ജീവിക്കുകയാ. പടക്കളത്തിൽ കുതിച്ചു പായുന്ന പടക്കുതിരയെ പോലെ അവൻ പോയിക്കൊണ്ടിരിക്കുകയാ. സ്വന്തം കഴിവില്, സ്വന്തം ശക്തിയില്, പണത്തില്, ബുദ്ധിയില് ഒക്കെ ആശ്രയിച്ച് ഓടിക്കൊണ്ടിരിക്കുക. ഉറപ്പാണ് ഈ ഓട്ടം വലിയ ഒരു വീഴ്ചയ്ക്ക് കാരണമാകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. കർത്താവ് നിന്നെ തിരിച്ചു വിളിക്കുന്നു. ദൈവത്തോട് നീ ഒരിക്കലും മറുതലിക്കരുത്. ദൈവത്തിൻ്റെ വചനങ്ങളും നിയമങ്ങളും പ്രമാണങ്ങളും നമ്മുടെ ഹൃദയത്തിന് മധുരമായിട്ട് മാറട്ടെ. ആ വചനം അനുസരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ആനന്ദവും സന്തോഷവും നിറയട്ടെ. ദൈവത്തോട് മറുതലിച്ചു ജീവിക്കുന്നവർ തിരിച്ചു വരാൻ സമയമായിരിക്കുന്നു. ഇനിയൊരവസരം നിനക്ക് ദൈവം തരുമെന്ന് നീ ചിന്തിക്കണ്ട. ഇപ്പോൾ തന്നെ മുട്ടുകൾ മടക്കി കരം ദൈവസന്നിധിയിലേക്ക് ഉയർത്തി കരഞ്ഞ് ദൈവസന്നിധിയിൽ നീ പ്രാർത്ഥിക്കുക. തിരിച്ചു വരാൻ കർത്താവ് നിന്നെ വിളിക്കുന്നു. ജെറമ്യായുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 23-24.
എന്നാൽ ഒരു കാര്യം ഞാൻ അവരോട് കൽപ്പിച്ചിരിക്കുന്നു, എൻ്റെ വാക്ക് അനുസരിക്കുവിൻ, എൻ്റെ വചനങ്ങൾ നിങ്ങൾ അനുസരിക്കുക. ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എൻ്റെ ജനവുമായിരിക്കും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ ചരിക്കുവിൻ, നിങ്ങൾക്ക് എല്ലാം ശുഭമായിരിക്കും. ഞാൻ നിങ്ങളുടെ ദൈവമാണ്, നിങ്ങൾ എൻ്റെ സ്വന്തം ജനമാണ്. ഞാൻ പറഞ്ഞ വാക്ക്, ഞാൻ പറഞ്ഞ വചനങ്ങൾ നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾക്ക് എല്ലാം ശുഭമായിരിക്കും. എല്ലാം ശുഭമായിരിക്കും. ജോലിവേലകൾ, ബിസിനസ്സുകൾ, കൃഷികൾ, മക്കളുടെ കാര്യങ്ങൾ എന്തുമാവട്ടെ, എല്ലാം ശുഭമാകണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. ദൈവത്തെ മറുതലിച്ചു ജീവിക്കാതെ ദൈവത്തിൻ്റെ വഴികൾ അറിഞ്ഞ് ആ വഴിയിലൂടെ നടക്കാൻ നീ തീരുമാനമെടുക്കുക. നിനക്കെല്ലാം ശുഭമായിട്ട് മാറും. ജെറമിയ 7:24 അവരാകട്ടെ അനുസരിക്കുകയോ കേൾക്കുക പോലുമോ ചെയ്തില്ല. തങ്ങളുടെ ദുഷ്ടഹൃദയത്തിൻ്റെ പ്രേരണ അനുസരിച്ച് തന്നിഷ്ടം പോലെ അവർ നടന്നു. അവരുടെ നടപ്പ് മുന്നോട്ടല്ല പിന്നോട്ടായിരുന്നു. അവർ തങ്ങളുടെ ദുഷ്ടഹൃദയത്തിൻ്റെ ആഗ്രഹമനുസരിച്ച് നടന്നു. ദുഷ്ടഹൃദയത്തിൻ്റെ തിന്മ നിറഞ്ഞ ഹൃദയത്തിൻ്റെ പ്രേരണ അനുസരിച്ചാണ് അവർ ജീവിച്ചത്. അവരുടെ നടപ്പ് മുൻപോട്ടായിരുന്നില്ല, പിൻപോട്ടായിരുന്നു. അവർ മുൻപോട്ടല്ല നടന്നത്, അവർ നടന്നത് പിന്നോട്ടായിരുന്നു. ദുഷ്ടഹൃദയത്തിൻ്റെ അശുദ്ധി നിറഞ്ഞ, ചീഞ്ഞളിഞ്ഞ, ദുർഗന്ധം വമിക്കുന്ന ഹൃദയത്തിൻ്റെ ഉടമകൾ. അവർ ദൈവത്തെ മറന്ന് സ്വന്തം ഹൃദയത്തിൻ്റെ ദുഷ്ടഹൃദയത്തിൻ്റെ പ്രേരണ അനുസരിച്ച് അവർ ജീവിച്ചു. അവർ മുൻപോട്ടല്ല നടന്നത്, അവരുടെ നടപ്പ് പിന്നോട്ടായിരുന്നു. അത് പരാജയത്തിലേക്ക്, തോൽവിയിലേക്ക്, നഷ്ടങ്ങളിലേക്കുള്ള നടപ്പായിരുന്നു. അനുതപിക്കാം. ദൈവത്തോട് നീ മറുതലിക്കരുത്. നിൻ്റെ ദുഷ്ടഹൃദയത്തിൻ്റെ പ്രേരണ അനുസരിച്ചല്ല ജീവിക്കേണ്ടത്. ദൈവത്തിൻ്റെ പരിശുദ്ധ വചനമനുസരിച്ച് നമുക്ക് ജീവിക്കാം. കർത്താവ് നിങ്ങളെ ഇന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് കർത്താവിങ്കലേക്ക് മടങ്ങി വരാം. മറുതലിച്ച് ജീവിച്ച നാളുകളെ ഓർത്ത് കണ്ണുനീരൊഴുക്കാം. യേശു നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. എൻ്റെ പേര് ബിനു എം മാത്യു. പാലാ രൂപതയിൽ മീനച്ചിലിടവയെന്ന് വരുന്നു. ഞാൻ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് മുണ്ടക്കയത്ത് സൗഹൃദത്തിൻ്റെ ചുറ്റിയിലെ ധ്യാനകേന്ദ്രത്തിൽ പോകാറുണ്ട്. പോകുമ്പോഴെല്ലാം മിക്കവാറും ഈ അത്ഭുത നാമം എന്നുള്ള പുസ്തകം വാങ്ങിക്കൊണ്ടാണ് പോരുന്നത്. അപ്പോൾ പോരുന്നു. എനിക്ക് ബിസിനസ്സാണ്. കടയിലുള്ള ഒരു സ്റ്റാഫിന് കൊടുക്കുകയുണ്ടായത്. അക്രൈസ്തവരായിരുന്നു. ഞാൻ ബ്രദറോട് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത ബ്രദർ പറഞ്ഞു തീർച്ചയായിട്ടും സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരുടെ ഗർഭപാത്രത്തിൽ മുഴയായിരുന്നു. 4 മാസമായിട്ട് മുഴയുണ്ട്. കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞ് ഡേറ്റ് കൊടുത്തു വിട്ടു. അപ്പോൾ സ്കാനിങ്ങിന് ചെന്നു. രഞ്ജിനി എന്നാണ് പേര്. ഏതായാലും 21-ാം തീയതി മെഡിക്കൽ കോളേജ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഡോക്ടർ പുള്ളിക്കാരിയെ മാറ്റിയിരുത്തിച്ചിട്ട് ചോദിച്ചു, ഇതെന്താ മറിമായെന്ന് ചോദിച്ചു. പുള്ളിക്കാരി മറിമായൊന്നും കാണിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കടയിൽ വന്നപ്പോൾ തീർച്ചയായും പുള്ളിക്കാരി പറഞ്ഞു, എന്നും കിടന്നുറങ്ങുമ്പം കഴിയുമെങ്കിൽ ഈ പുസ്തകം വെച്ച് തന്നെ കിടന്നുറങ്ങാൻ പറഞ്ഞിരുന്നു. എന്തായാലും യേശുവിൻ്റെ വലിയൊരു അത്ഭുതം ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തിയില്ലെങ്കിൽ അതൊരു വലിയ പോരാഴിയായിട്ട് തോന്നി. ഞാനതുകൊണ്ട് സഹോദരനോട് ഈ ഇൻ്റർവെല്ലിൽ നേരത്തെ പറയുകയുണ്ടായി. അതിൻ്റെ വെളിച്ചത്തിലാണ് ഇപ്പോൾ ഇത് പറയുകയുണ്ടായത്. എല്ലാ യേശുവെ നന്ദി, യേശുവെ സ്തുതി. ആരിലും വലിയവൻ വലിയവൻ യേശു, യേശു ആരിലും വലിയവൻ വലിയവൻ, ആരിലും വലിയവൻ വലിയവൻ. സൗഖ്യദായകൻ പാപമോചകൻ, സൗഖ്യദായകൻ പാപമോചകൻ, യേശുവേകരക്ഷകൻ, യേശുവേകരക്ഷകൻ. കരുണാമയൻ സ്നേഹഗായകൻ, കരുണാമയൻ സ്നേഹഗായകൻ. യേശു, യേശു ആരിലും വലിയവൻ വലിയവൻ,
ആരിലും വലിയവൻ വലിയവൻ. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. അത്ഭുതങ്ങളുടെ രാജാവ്, വിടുതലിൻ്റെ ആത്മാവ്. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും. യേശു യേശു ആരിലും വലിയവൻ വലിയവൻ. യേശു യേശു